അടുത്തത് ഈവ്സ് ഡയറി എന്ന് പറഞ്ഞൊരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ നോക്കുന്നത്, റിട്ടൺ ബൈ മാർക്ക് ട്വെയിൻ. ഇപ്പോൾ ഈ ഷോർട്ട് സ്റ്റോറി ഫസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1905 ഇതൊരു സറ്റാരിക്കൽ ഷോർട്ട് സ്റ്റോറിയാണ്. അത് നമ്മുടെ ആഡം ആൻഡ് ഈവിൻ്റെ ഡയറി എൻട്രീസിനെ കുറിച്ചാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ആഡം ആൻഡ് ഈവിൻ്റെ ബിബ്ലിക്കൽ സ്റ്റോറിയെ കുറിച്ചാണ് ഒരു ഒരു ഹ്യൂമറസ് വ്യൂ പോയിന്റിലൂടെയാണ് മാർക്ക് ട്വെയിൻ പറഞ്ഞേക്കുന്നത്. അതായത് ഈവിൻ്റെ തോട്ട്സിലൂടെയും ഈവിൻ്റെ എക്സ്പീരിയൻസിലൂടെയാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗാർഡൻ ഓഫ് ഈഡനിൽ ഈവും ആഡവും എത്തിച്ചേർന്നതിന് ശേഷം പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിൽ ഈവിൻ്റെ വ്യൂ പോയിന്റോടുകൂടി മാത്രമാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത് ഈവ് ഈ ഒരു ഗാർഡൻ ഓഫ് ഈഡനെ നല്ല രീതിയിൽ വണ്ടർ അടിച്ച് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആൻഡ് വെരി ക്യൂരിയസ് ആണ്, ഇൻട്രോസ്പെക്റ്റീവ് ആണ്, ഡീപ്ലി ഇൻട്രസ്റ്റഡ് ഇൻ ദ ബ്യൂട്ടി ആൻഡ് ഫങ്ഷനാലിറ്റി ഓഫ് ഹർ സറൗണ്ടിങ്സ്. ഈവ്, അതായത് ഗാർഡൻ ഓഫ് ഈഡനിലെ സറൗണ്ടിങ്സും അതിൻ്റെ ബ്യൂട്ടിയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ക്യൂരിയസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഈവ്. ആൻഡ് ഈവ് നേച്ചറിനോടുള്ള ഫാസിനേഷനും ഓരോ നേച്ചറിലുള്ള ഓരോ എലിമെൻസിലും ഈവ് തിങ്സിനെ എല്ലാം പേരിട്ടുകൊണ്ടിരിക്കുവാണ്. ആൻഡ് അവളിങ്ങനെ ഓരോ അറ്റംപ്റ്റ്സ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നേച്ചറിൽ അവർക്കെല്ലാം പുതുമയാണല്ലേ. സോ അവൾ കാണുന്ന കാര്യങ്ങൾക്കെല്ലാം എന്ത് ചെയ്യുകയാണ്, ഈവ് പേരിട്ടുകൊണ്ട് ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുവാണ്. ആൻഡ് അവിടെ വെച്ച് ഇവർ ആഡമിനെ കാണുകയും ആഡമിൻ്റെ ബിഹേവിയറും ആ ഒരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റും ഒക്കെ കണ്ട് ഇവളിങ്ങനെ പസിൽഡായി കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുവാണ് ചെയ്യുന്നത്. ആൻഡ് ഈവ് ഇതുപോലെ ആഡമിൻ്റെ ഇൻഡിഫറൻസിനെ ഒരു ചലഞ്ചായിട്ടാണ് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത്. ആൻഡ് ആഡമുമായിട്ട് ഈവ് കോൺവെർസേഷനിൽ എൻഗേജ്ഡ് ആകുന്നു. പക്ഷേ ഇദ്ദേഹം ഈ ആഡം കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കാണ്, അല്ലാതെ ഇമോഷൻസിനല്ല എന്ന് ഈവിന് മനസ്സിലാവുന്നു. അങ്ങനെ സ്റ്റോറി പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഈവ് ആഡവുമായിട്ട് നല്ല രീതിയിൽ അടുപ്പത്തിലാവുകയും അവരുടെയൊക്കെ ഡിഫറൻസസ് ഉണ്ടെങ്കിലും ഡിസ്പൈറ്റ് ദെയർ ഡിഫറൻസസ് ഷീ ഗ്രോസ് ഫോണ്ട് ഓഫ് ആഡം. ആൻഡ് അയാളുടെ ആക്ഷനെയൊക്കെ ഇവർ ഭയങ്കര നല്ല രീതിയിലൊക്കെ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നു. അയാളുടെ അഫെക്ഷനും ഹ്യൂമറും ഒക്കെ അതായത് അയാളുടെ ആ ഒരു അഫെക്ഷനെ ഈ ഹ്യൂമറിനെ അയാളുടെ ആ ആക്ഷൻസിനെയൊക്കെ ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിൽ ഇവൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുവാണ്. ആൻഡ് ഫോർബിഡൻ ഫ്രൂട്ടിൻ്റെ കാര്യമൊക്കെ ഇദ്ദേഹം നമ്മുടെ വിലക്കപ്പെട്ട കനി കഴിച്ച കാര്യമൊക്കെ ഈവ് പറയുന്നുണ്ട്. ആൻഡ് ആ ഒരു പാർട്ട്, അതായത് ഈവാണ് ഫോർബിഡൻ ഫ്രൂട്ട് കഴിച്ചതല്ലേ, എന്നിട്ടത് ആഡമിനെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ച് കഴിപ്പിക്കുകയായിരുന്നു. അതായത് ഫോഴ്സ് ചെയ്യിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡം അത് സ്വമേധയാ തിന്നുകയാണ്, വൈഫിന് മാത്രം ആ ഒരു സിൻ വരണ്ട എന്ന് കരുതി. സോ ഈവിൻ്റെ ആ ഒരു പാർട്ട്, ഫോർബിഡൻ ഫ്രൂട്ട് കഴിക്കുന്നതിലുള്ള ഇവളുടെ ആ ഒരു പങ്കിനെ കുറിച്ചും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഈവ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അവരുടേത് ഒരു ഷെയർഡ് ജേണിയാണ്. സോ ആഡമും അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യാണ്, ആപ്പിൾ കഴിക്കുകയാണ്, അതായത് ആ ഫോർബിഡൻ ഫ്രൂട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഡയറി എൻഡ് ചെയ്യുന്നത് ഈവ് ആഡമിനോടുള്ള ഡീപ്പ് ലവ് എക്സ്പ്രസ് ചെയ്യുന്നതിലൂടെയാണ്. ഓക്കെ, ആൻഡ് സ്റ്റേറ്റിംഗ് ദാറ്റ് എവിടെയാണോ ആഡം ഉള്ളത് അതാണ് ഈവിൻ്റെ പാരഡൈസ് എന്നാണ് ആര് പറയുന്നത്, ഈവ് അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് തീരുന്നത് ഡയറി എൻട്രി. ഇനി ഇതിനകത്ത് തീം എന്താണെന്ന് വെച്ചാൽ ലവ് ആൻഡ് കമ്പാനിയൻഷിപ്പ്. അതായത് ഈവിൻ്റെ ആ ഒരു ഫീലിങ്സ്, ആഡമിനോടുള്ള ഫീലിങ്സിൻ്റെ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ട്രാൻസ്ഫർമേഷൻ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഹ്യൂമൻ റിലേഷൻഷിപ്പിലെ കണക്ഷനും കമ്പാനിയൻഷിപ്പും ഇമ്പോർട്ടൻ്റ് ആകുന്നത്, അവരുടേത് ഒരു അൺകണ്ടീഷണൽ ലവ് ആണെന്നും ആഡമിൻ്റേത് ഒരു പ്രാഗ്മാറ്റിക് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ അപ്രോച്ച് ആണെന്നും മനസ്സിലാവുന്നു. ഈവെന്ന് പറയുന്നത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ അടുത്ത തീം എന്ന് പറയുന്നത് ക്യൂരിയോസിറ്റിയും നോളജും. ഈവെന്ന് പറയുന്നത് ഭയങ്കര ക്യൂരിയസ് ആണ്, ഇൻക്വിസിറ്റീവ് ആയിട്ടുള്ള നേച്ചറാണ്, ക്യാരക്ടറാണ് ഇവളുടേത്. സോ വേൾഡിനെ എങ്ങനെയെങ്കിലും അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഇന്നേറ്റ് ആയിട്ടുള്ളൊരു ഡിസയർ. അത് തന്നെയാണ് നമുക്ക് ഈവിലും റിഫ്ലക്റ്റഡ് ആയിട്ട് കാണുന്നത്. ആ ക്യൂരിയോസിറ്റിയാണ് ഇവരെ ഫോർബിഡൻ ഫ്രൂട്ട് കഴിക്കാൻ പ്രേരിപ്പിക്കുന്നതും. ഓക്കെ പിന്നീടാണ് അതിൻ്റെ കോൺസിക്വൻസസ് അല്ലെങ്കിൽ സിന്ന് ഇവർ അനുഭവിക്കേണ്ടി വരുന്നത്. പിന്നെ ജെൻഡർ റോൾസിനെയും സ്റ്റീരിയോ ടൈപ്സിനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് ഈവ് വളരെ ഇമോഷണലാണ്, നർച്ചറിങ് ആണ്, ആഡം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റോയിക്കാണ്, പ്രാക്ടിക്കലാണ്. അപ്പോൾ അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത തീം എന്ന് പറയുന്നത് ഇൻഡിവിജ്വാലിറ്റിയും പെർസ്പെക്റ്റീവും. അപ്പോൾ ഡയറി ഫോർമാറ്റിനകത്ത് നമുക്ക് ഈവിൻ്റെ യുണീക്ക് പെർസ്പെക്റ്റീവാണ് കാണാൻ സാധിക്കുന്നത്. അവരുടെ ഇൻഡിവിജ്വാലിറ്റി എന്താണെന്നും അതൊരു ഈ ബിബ്ലിക്കൽ സ്റ്റോറിയെ കുറിച്ചുള്ളൊരു ഫ്രഷ് ടേക്കാണ് അല്ലേ. ഈവിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുമ്പോൾ അതൊരു ഫ്രഷ് ടേക്കാണ്, ഫ്രഷ് പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് കഥ പറഞ്ഞ് പോകുന്നത്.
ഇന്നത്തെ ലിറ്ററി ഡിവൈസ് യൂസ് ചെയ്തിരിക്കുന്ന സറ്റയറാണ്, അതായത് ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിൽ ഹ്യൂമൻ നേച്ചറിനെയും റിലേഷൻഷിപ്പിനെയും ഒക്കെ കാണിച്ചു പോകുന്നു. സിംബോളിസം ഉണ്ട് ഇതിനകത്ത്. ഗാർഡൻ ഓഫ് ഈഡൻ എന്ന് പറയുന്ന ഇന്നസെൻസിനെയും പെർഫെക്ഷനെയും കാണിക്കുന്ന ഒരു പ്ലേസ് ആണ്. ഈവിന്റെ ഡയറി എൻട്രിയും ഹ്യൂമൻ എക്സ്പീരിയൻസിനെ കുറിച്ചും ക്യൂരിയോസിറ്റിയെ കുറിച്ചും ലവിനെ കുറിച്ചും നഷ്ടങ്ങളെ കുറിച്ചും ഒക്കെയാണ് സംസാരിക്കുന്നത്. ക്യാരക്ടറൈസേഷൻ എന്ന് വെച്ചാൽ ഈവ് എന്ന് പറഞ്ഞാൽ വളരെ ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ടുള്ള ക്യൂരിയസ് ആയിട്ടുള്ള അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ക്യാരക്ടറും ആഡം വളരെ പ്രാക്ടിക്കൽ മൈൻഡഡ് ആണ്, ലോൺലി ആണ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഈവ്സ് ഡയറി എന്നുള്ള ഷോർട്ട് സ്റ്റോറി ശരിക്കും പറഞ്ഞാൽ ഈ ബിബ്ലിക്കൽ സ്റ്റോറിയുടെ ട്രഡീഷണൽ ഇന്റർപ്രിട്ടേഷനെ ചലഞ്ച് ചെയ്യുന്നൊരു കാര്യമാണ്. ഈവിനെ കുറച്ചും കൂടി സിമ്പത്തറ്റിക് ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറുമായിട്ടാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, ഒരു മോഡേൺ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഏൻഷ്യന്റ് സ്റ്റോറിയെ പറഞ്ഞു പോയേക്കുന്നത് ആര്? മാർക്ക് ട്വെയിൻ. ഇനി മാർക്ക് ട്വെയിൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ റൈറ്ററിന്റെ പെൻ നെയിം ആണ്. യഥാർത്ഥ പേര് സാമുവൽ ലാങ്ഹോൺ ക്ലെമൻസ് എന്നാണ് കേട്ടോ. ഫ്ലോറിഡയിലാണ്, അതായത് USA ജനിച്ചത്, മിസൂറിയിൽ. ദെൻ അമേരിക്കൻ റൈറ്ററാണ്, ഹ്യൂമറിസ്റ്റാണ്, ലെക്ചററാണ്, സോഷ്യൽ ക്രിട്ടിക്കാണ്. ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് എന്ന് പറയുന്നത് അഡ്വെഞ്ചേഴ്സ് ഓഫ് ടോം സാവിയർ ഉണ്ട്, പിന്നെ അഡ്വെഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബറി ഫിൻ ഉണ്ട്. പിന്നെ സ്റ്റൈലാണെന്ന് പറയുമ്പോൾ വിറ്റി ആൻഡ് ഹ്യൂമറസ് അല്ലെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള സോഷ്യൽ കമൻട്രിയാണ് ഇദ്ദേഹത്തിൻ്റേത്. ദെൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്ക് ട്വെയിൻ്റെ എങ്ങനെയാണ് ഇൻസ്പിറേഷൻ വന്ന് ഈവ്സ് ഡയറി എഴുതാൻ? അദ്ദേഹത്തിന്റെ വൈഫായിട്ടുള്ള ഒലീവിയ ക്ലെമൻസിന് ട്രിബ്യൂട്ട് പോലെയാണ് ഈ ഒരു സ്റ്റോറി എഴുതിയിരിക്കുന്നത്. അയാൾ 1904 അവർ മരിച്ചുപോയി. അപ്പോൾ അവരോടുള്ള ഡീപ്പ് ലവും അഡ്മിറേഷനുമാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത് ഈവ് എന്നുള്ള ക്യാരക്ടറിലൂടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെയിൻ തീം എന്താണെന്ന് വെച്ചാൽ ലവ് കമ്പാനിയൻഷിപ്പ്. ഈവിന്റെ കണ്ണിലൂടെയാണ് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് ഈ സ്റ്റോറിക്കകത്ത് പറഞ്ഞു പോകുന്നത്. അൺകണ്ടീഷണൽ അഫെക്ഷനാണ് ആഡമിനോടുള്ളത്. ഇവർക്ക് ക്യൂരിയോസിറ്റി, ഇൻഡിവിജ്വാലിറ്റി എല്ലാം ഉണ്ട്. പിന്നെ തേഴ്സ്റ്റ് ഫോർ നോളജ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അങ്ങനെ ക്യൂരിയോസിറ്റി വന്നതുകൊണ്ടാണ് മറ്റേ ഫോർബിഡൻ ഫ്രൂട്ട് ഇവർ കഴിച്ചത്. ദെൻ ഹ്യൂമർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈവിന്റെ ഒബ്സർവേഷനിലൂടെയാണ്. മെയിൻലി ആഡമിന്റെ ബിഹേവിയർ ഈവ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, വേൾഡിനെ കുറിച്ചുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ഒക്കെയാണ് പറയുന്നത്. പിന്നെ ഫോർബിഡൻ ഫ്രൂട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ തേഴ്സ്റ്റ് ഫോർ നോളജ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. അത് കോൺസിക്വൻസസിനും ഇവരുടെ ഗ്രോത്തിനും, അതായത് പേഴ്സണൽ ആൻഡ് റാഷണൽ ഗ്രോത്തിനും ഇവരെ ഫോർബിഡൻ ഫ്രൂട്ട് കഴിക്കുന്നതിലൂടെ ചേഞ്ചസ് ഉണ്ടാക്കി. പിന്നെ ഈവിന്റെ ഡയറി എങ്ങനെയാണ് എൻഡ് ചെയ്യുന്നതെന്നും നറേറ്റീവ് സ്റ്റൈൽ എന്താണ്, ഡയറി എൻട്രി പോലെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. വളരെ ഇന്റിമേറ്റ് ആൻഡ് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞു പോയേക്കുന്നത് കേട്ടോ. പിന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇതെന്ന് വെച്ചാൽ ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിൽ ഒരു ബിബ്ലിക്കൽ സ്റ്റോറിയെ പിന്നെ ഈവിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ്, ഒരു ഫീമെയിൽ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് ഇത് കാണിക്കുന്നത്. ഇത് ഇയാളുടെ ലേറ്റ് വൈഫിന് വേണ്ടിയുള്ളൊരു ട്രിബ്യൂട്ടാണ്. സോ ഇത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു പേഴ്സണൽ വർക്കാണ് നമുക്ക് മനസ്സിലാക്കാം.